ചില രഹസ്യങ്ങളുണ്ട്. എത്രയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും കാലം അത് പുറത്തെത്തിക്കും. എന്നാൽ മറ്റു ചിലതാകട്ടെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിലൊന്നല്ല. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന, ഇന്നും ശാസ്ത്രത്തിന് ഒരു ഉത്തരം നൽകാൻ കഴിയാത്ത ദുരന്തത്തെക്കുറിച്ചാണ്. 1959 റഷ്യയിലെ കൊടുംതണുപ്പുള്ള മലനിരകളിൽ ആ 9 യുവാക്കൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അതൊരു കൊലപാതകമായിരുന്നോ? അതോ പ്രകൃതിയുടെ വിളയാട്ടമായിരുന്നോ? അതോ നമ്മൾ ഇന്നുവരെ തിരിച്ചറിയാത്ത മറ്റെന്തെങ്കിലും ശക്തികളായിരുന്നോ അതിനു പിന്നിൽ? മൃതദേഹങ്ങളിൽ കണ്ടെത്തിയ വിചിത്രമായ മുറിവുകളും റേഡിയോ ആക്റ്റീവ് സാന്നിധ്യവും, ഭയപ്പെട്ട് വിറച്ച് വസ്ത്രം പോലും ഇല്ലാതെ മഞ്ഞിലേക്ക് ഓടിമറഞ്ഞ ആ 9 പേരും. ആ രാത്രി ഡയാറ്റ്ലോവ് പാസിൽ സംഭവിച്ച കാര്യങ്ങൾ കേട്ടാൽ നിങ്ങളുടെ യുക്തിക്ക് പോലും അത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. ഈ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ തയ്യാറാണെങ്കിൽ വീഡിയോ മുഴുവനായി കാണും. മിസ്റ്ററി ഫയൽസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി 12 അന്നവർ തിരിച്ചെത്തേണ്ട ദിവസമായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ 9 പേരിൽ നിന്നും ഒരു വിവരവും ഉണ്ടായില്ല. തുടക്കത്തിൽ മോശം കാലാവസ്ഥ കാരണം വൈകുന്നതാകാമെന്ന് കരുതിയെങ്കിലും ആഴ്ചകൾ പിന്നിട്ടതോടെ അവരുടെ വീട്ടുകാർ ആശങ്കയിലായി. ഒടുവിൽ ഫെബ്രുവരി 20 സർവകലാശാലയിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരും പിന്നീട് സോവിയറ്റ് സൈന്യവും പോലീസും ചേർന്ന് റഷ്യയിലെ ആ കൊടുംമഞ്ഞിൽ തിരച്ചിൽ ആരംഭിച്ചു. ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ആ മലനിരകൾക്ക് മുകളിലൂടെ വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു. ഫെബ്രുവരി 26 തിരച്ചിൽ സംഘം ആ മലഞ്ചെരുവിൽ ഒരു ടെന്റ് കണ്ടെത്തി. ദൂരെ നിന്ന് നോക്കിയപ്പോൾ ആരും അവിടെ ഉള്ളതായി തോന്നിയില്ല. അടുത്തേക്ക് ചെന്ന രക്ഷാപ്രവർത്തകർ കണ്ടത് വിചിത്രമായ ഒരു കാഴ്ചയായിരുന്നു. ആ ടെന്റ് പകുതിയോളം മഞ്ഞിൽ പുതഞ്ഞു കിടക്കുകയാണ്. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, ആ ടെന്റ് അകത്തു നിന്നും ആരോ കത്തികൊണ്ട് കീറിമുറിച്ച നിലയിലായിരുന്നു. അതായത് ടെന്റിന്റെ സിബ് തുറക്കാൻ പോലും നിൽക്കാതെ അത്രമേൽ ഭയപ്പെട്ട് അവർക്ക് ടെന്റിന് പുറത്തേക്ക് എടുത്തു ചാടി ഓടേണ്ടതായി വന്നു എന്നാണ് അത് വ്യക്തമാക്കിയത്. ആ ടെന്റിനുള്ളിൽ പരിശോധിച്ചവർക്ക് കൂടുതൽ സംശയങ്ങളാണ് ഉണ്ടായത്. അവരുടെ ഷൂസുകളും ജാക്കറ്റുകളും പണവും മറ്റ് ഭക്ഷണ സാധനങ്ങളുമെല്ലാം അവിടെ ഭദ്രമായി ഇരിപ്പുണ്ടായിരുന്നു. -30 ഡിഗ്രി തണുപ്പുള്ള ആ രാത്രിയിൽ ഏറ്റവും അത്യാവശ്യമായ വസ്ത്രങ്ങൾ പോലും എടുക്കാതെ എന്തിനാണ് അവർ പുറത്തേക്ക് ഓടിയത്? അവിടെ നിന്നും താഴേക്ക് പോകുന്ന 9 പേരുടെ കാൽപ്പാടുകൾ അവർ കണ്ടെത്തി. ചിലർ വെറും കാലോടെയും ചിലർ ഒരു ഷൂ മാത്രം ഇട്ടുമാണ് ആ കൊടും തണുപ്പിലേക്ക് ഓടിയതെന്നത് ആ കാൽപ്പാടുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ നിമിഷം മുതൽ ലോകം കണ്ട ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്ന് അവിടെ ആരംഭിക്കുകയായിരുന്നു. ടെന്റിന് പുറത്ത് മഞ്ഞിൽ തെളിഞ്ഞു കണ്ട ആ കാൽപ്പാടുകൾ തിരച്ചിൽ സംഘത്തെ അക്ഷരാർത്ഥത്തിൽ കുഴപ്പിച്ചു കളഞ്ഞു. ഏകദേശം 9 പേരുടെ പാടുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആരും സാധാരണ നിലയിലല്ല അവിടെ നിന്നും നീങ്ങിയത്. ചിലർക്ക് ഷൂസുകളില്ലായിരുന്നു. ചിലർ വെറും സോക്സ് മാത്രം ധരിച്ചാണ് ഓടിയത്. -30 ഡിഗ്രി തണുപ്പിൽ വെറും കാലോടെ മഞ്ഞിലൂടെ നടന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ മരണം സംഭവിക്കാമെന്ന അറിവുള്ള പ്രൊഫഷണൽ ട്രക്കേഴ്സ് ആയിരുന്നു അവർ. എന്നിട്ടും മരണം ഉറപ്പുള്ള ആ തണുപ്പിലേക്ക് ടെന്റിനുള്ളിലെ സുരക്ഷിതത്വം ഉപേക്ഷിച്ച് അവർ എന്തിന് ഓടി? എന്തോ ഒന്നവരെ അത്രമേൽ ഭയപ്പെടുത്തിയിരുന്നു. ഈ കാൽപ്പാടുകൾ പിന്തുടർന്നു പോയ രക്ഷാപ്രവർത്തകർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. ആ 9 പേരുടെ പാടുകൾ അല്ലാതെ പർവ്വതത്തിലെ വന്യമൃഗങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മനുഷ്യരുടെയോ അടയാളങ്ങൾ അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അവരെ ആക്രമിക്കാൻ വന്നത് ആരായിരിക്കും? കാൽപ്പാടുകൾ ഏതാണ്ട് 500 മീറ്റർ വരെ കൃത്യമായി കാണാമായിരുന്നു. അതിനുശേഷം അവ മഞ്ഞിൽ അപ്രത്യക്ഷമായി. അവർ ചിതറി ഓടുകയല്ല, മറിച്ച് ഒരുമിച്ച് തന്നെ പർവ്വതത്തിന്റെ താഴെയുള്ള കാട്ടിലേക്ക് നീങ്ങാനാണ് ശ്രമിച്ചതെന്ന് ആ പാടുകളുടെ ക്രമം സൂചിപ്പിക്കുന്നു. പക്ഷേ ആ യാത്ര മരണത്തിലേക്കുള്ളതായിരുന്നു.
ഇവിടെ പലർക്കും തോന്നിയേക്കാം, ഇത്രയും ദിവസത്തിന് ശേഷം ആ മഞ്ഞിൽ കാൽപ്പാടുകൾ എങ്ങനെ അവശേഷിച്ചുവെന്ന്. എന്നാൽ അവിടുത്തെ അതിശൈത്യം ആ കാൽപ്പാടുകളെ ഐസ് പോലെ ഉറപ്പിച്ചു കളഞ്ഞിരുന്നു. ആ ഭാഗത്ത് ആ സമയത്ത് കഠിനമായ കാറ്റും മഞ്ഞുവീഴ്ചയും ഉണ്ടായിരുന്നുവെങ്കിലും ചില സമയങ്ങളിൽ മഞ്ഞിൽ ചവിട്ടുമ്പോൾ അത് താഴേക്ക് അമരുകയും പിന്നീട് ആ ഭാഗം ഐസ് പോലെ ഉറക്കുകയും ചെയ്യും. ചുറ്റുമുള്ള മൃദുവായ മഞ്ഞ് കാറ്റിൽ പറന്നുപോയാലും ഈ ഉറച്ച ഭാഗം പില്ലറുകൾ പോലെ പൊങ്ങി നിൽക്കും. ഇതിനെ കോളംനാർ ഫുട്പ്രിന്റ്സ് എന്ന് പറയും. അവർ കാണാതായതിനു ശേഷം വലിയ തോതിലുള്ള പുതിയ മഞ്ഞുവീഴ്ച ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പഴയ അടയാളങ്ങൾ പൂർണ്ണമായി മാഞ്ഞു പോയിരുന്നില്ല. കാൽപ്പാടുകൾ അവസാനിച്ചയിടത്തു നിന്നും താഴേക്ക് തിരച്ചിൽ നടത്തിയവർ വനത്തിന്റെ അതിരിലൊരു വലിയ ദേവദാരു മരം കണ്ടെത്തി. ആ മരത്തിന് ചുവട്ടിലാണ് വിറങ്ങലിച്ചു നിൽക്കുന്ന ആ സത്യം ആദ്യം അവർ തിരിച്ചറിഞ്ഞത്. മരത്തിന്റെ താഴ്ഭാഗത്തെ ചില്ലകൾ 5 മീറ്റർ ഉയരം വരെ ഒടിച്ചു മാറ്റിയിരിക്കുന്നു. മരത്തിന് മുകളിൽ കയറി നിന്ന് ടെന്റിനടുത്തേക്ക് എന്തോ ഒന്ന് നോക്കാൻ അവർ ശ്രമിച്ചതിന്റെ അടയാളമായിരുന്നു ആ കണ്ടത്. കഠിനമായ തണുപ്പിലും ഭയത്തിലും വിറങ്ങലിച്ചു നിന്ന ആ 9 പേരും ആ രാത്രി കണ്ടത് എന്തായിരിക്കും? ആ ചോദ്യത്തിന് ഉത്തരം തേടിയ തിരച്ചിൽ സംഘം എത്തിയത് മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന കാഴ്ചകളിലേക്കാണ്. മഞ്ഞിൽ വിറങ്ങലിച്ചു കിടക്കുന്ന 2 മൃതദേഹങ്ങൾ, യൂറി ക്രെവോൺഷിങ്കോ, യൂറി ഡെറോഷിങ്കോ എന്നിവരായിരുന്നു അവർ. എന്നാൽ അവരെ കണ്ടവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. -30 ഡിഗ്രി തണുപ്പിൽ ആ കൊടും കാട്ടിൽ അവർ കിടക്കുന്നത് വെറും അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ചാണ്. അവരുടെ കയ്യിൽ തീ കത്തിക്കാൻ ശ്രമിച്ചതിന്റെ അടയാളങ്ങളും പൊള്ളലേറ്റ മുറിവുകളും ഉണ്ടായിരുന്നു. ആ മൃതദേഹങ്ങൾ കിടന്ന മരത്തിന് മുകളിലേക്ക് നോക്കിയവർക്ക് ഭയം തോന്നിപ്പിക്കുന്ന മറ്റൊരു സത്യം കൂടി മനസ്സിലായി. ആ ദേവദാരു മരത്തിന്റെ ചില്ലകൾ 5 മീറ്റർ ഉയരം വരെ ഒടിച്ചു മാറ്റിയിരുന്നുവെന്ന് പറഞ്ഞല്ലോ. തണുപ്പിൽ മരവിച്ചു തുടങ്ങിയ കൈകൾ കൊണ്ട് അവർ എന്തിനാണ് ആ മരത്തിൽ കയറാൻ ശ്രമിച്ചത്? ഒന്നുകിൽ അവർ മുകളിൽ കയറി ടെന്റിന്റെ ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാൻ ശ്രമിച്ചതാകാം, അല്ലെങ്കിൽ താഴെയുള്ള ഏതെങ്കിലും ഭീകരമായ രൂപത്തെ കണ്ട് ഭയന്ന് മരത്തിന് മുകളിലേക്ക് അഭയം തേടിയതാകാം. എന്തു തന്നെ ആയാലും ആ മരച്ചില്ലകളിലെ രക്തക്കറകൾ അവർ എത്രത്തോളം നിസ്സഹായരായിരുന്നു എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ മരത്തിനും ടെന്റിനും ഇടയിലുള്ള ഭാഗത്ത് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ആ സംഘത്തിലെ നേതാവായ ഈഗോ ഡയാറ്റ്ലോവ് ഉൾപ്പെടെയുള്ള 3 പേർ. അവർ കിടന്നിരുന്ന രീതി നോക്കിയാൽ ആ കാട്ടിൽ നിന്നും തിരികെ ടെന്റിലേക്ക് എത്താൻ അവർ സർവ്വശക്തിയും എടുത്ത് ശ്രമിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാം. പക്ഷേ ആ യാത്ര അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വഴിമധ്യേ അവർ മഞ്ഞിൽ ഉറഞ്ഞുപോയി. എന്നാൽ അപ്പോഴും ബാക്കിയുള്ള 4 പേർ എവിടെ എന്ന ചോദ്യം അവശേഷിച്ചു. അവരുടെ തിരോധാനം തിരച്ചിൽ സംഘത്തെ കൂടുതൽ ഭീതിപ്പെടുത്തുന്ന മറ്റൊരു നിഗൂഢതയിലേക്കാണ് നയിച്ചത്. ആദ്യത്തെ 5 മൃതദേഹങ്ങളിൽ തണുപ്പ് മൂലമുള്ള മരണത്തിന്റെ ലക്ഷണങ്ങളാണ് കണ്ടതെങ്കിൽ പിന്നീട് കണ്ടെത്തിയ 4 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർമാരെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. അവരുടെ ശരീരത്തിന് പുറത്ത് വലിയ മുറിവുകളോ ചതവുകളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉള്ളിലെ എല്ലുകൾ തകർന്ന് തരിപ്പണമായിരുന്നു. ഒരാളുടെ തലയോട്ടി അത്രമേൽ ശക്തമായ പ്രഹരമേറ്റ് തകർന്നിരുന്നു. മറ്റ് 2 പേരുടെ വാരിയലുകൾ പൂർണ്ണമായും തകർന്ന് ശ്വാസകോശത്തിലേക്ക് തുളച്ചു കയറിയ നിലയിലായിരുന്നു. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ ആഘാതം. ഒരു ഹൈസ്പീഡ് കാർ ആക്സിഡന്റിൽ സംഭവിക്കാവുന്ന അത്രയും വലിയ പ്രഹരമേൽക്കാതെ ഇത്തരം ഒരു പരിക്ക് സംഭവിക്കില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ അടിവരയിട്ടു. മുറിവുകളേക്കാൾ ഭയപ്പെടുത്തുന്നതായിരുന്നു ചിലരുടെ ശരീരത്തിലുണ്ടായിരുന്ന മാറ്റങ്ങൾ. ലുഡ്മില എന്ന പെൺകുട്ടിയുടെ മൃതദേഹത്തിൽ അവരുടെ നാവ് പൂർണ്ണമായും വേരോടെ പിഴുതെടുത്ത നിലയിലായിരുന്നു. കൂടാതെ അവരുടെ 2 കണ്ണുകളും ചുണ്ടിന്റെ ഭാഗങ്ങളും കാണാനില്ലായിരുന്നു. മറ്റൊരു യുവാവിന്റെ കണ്ണുകളും ഇതുപോലെ അപ്രത്യക്ഷമായിരുന്നു. സാധാരണഗതിയിൽ വന്യമൃഗങ്ങൾ മൃതദേഹം ഭക്ഷിക്കാറുണ്ടെങ്കിലും ഇവരുടെ ശരീരത്തിൽ മൃഗങ്ങൾ കടിച്ചു കീറിയതോ മാങ്ങിയതോ ആയ ഒരു അടയാളം പോലും ഉണ്ടായിരുന്നില്ല. വളരെ കൃത്യതയോടെ ആരോ ബോധപൂർവം ആ അവയവങ്ങൾ എടുത്തു മാറ്റിയതുപോലെയായിരുന്നു ആ കാഴ്ച. എന്തിനു വേണ്ടിയാണ് ഇത്രയും ക്രൂരമായ രീതിയിൽ ആ അവയവങ്ങൾ നീക്കം ചെയ്തത് എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. നാവ് പിടിതെടുക്കണമെങ്കിൽ ഒരാളുടെ താടിയെല്ല് തകർക്കേണ്ടി വരും.
എന്നാൽ ലുഡ്മിലയുടെ കാര്യത്തിൽ അത്തരം പരിക്കുകൾ ഉണ്ടായിരുന്നില്ല. ആ മഞ്ഞിൽ അവരെ കാത്തിരുന്നത് കേവലം മരണമായിരുന്നില്ല, മറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു ക്രൂരതയായിരുന്നു എന്ന് ആ കാഴ്ചകൾ തെളിയിച്ചു. കേവലം മാംസം ഭക്ഷിക്കുന്ന പ്രകൃതിയിലെ ജീവികളല്ല ഇതിന് പിന്നിലെന്ന് പലരും ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇതിനെ തുടർന്നാണ് അന്യഗ്രഹ ജീവികൾ നടത്തിയ പരീക്ഷണമാണോ ഇതെന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും ഉയർന്നു വന്നിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഏറ്റവും വിചിത്രമായ കണ്ടെത്തൽ അവരുടെ വസ്ത്രങ്ങളിൽ ഉണ്ടായിരുന്ന റേഡിയോ ആക്ടിവിറ്റി ആയിരുന്നു. പർവ്വത നിരകളിൽ സാധാരണഗതിയിൽ കാണപ്പെടാത്ത അത്രയും ഉയർന്ന അളവിലുള്ള വികിരണങ്ങൾ അവരുടെ വസ്ത്രങ്ങളിൽ നിന്ന് കണ്ടെത്തി. കൂടാതെ മനുഷ്യരുടെ ചർമ്മത്തിന് ഒരു പ്രത്യേക ഓറഞ്ച് നിറം കൈവന്നിരുന്നു. ഇതോടെയാണ് ഇതൊരു സാധാരണ മരണമല്ലെന്നും സോവിയറ്റ് യൂണിയന്റെ ഏതെങ്കിലും രഹസ്യ ആയുധ പരീക്ഷണത്തിനിടയിൽ ഈ യുവാക്കൾ പെട്ടുപോയതാണോ എന്ന സംശയവും ബലപ്പെട്ടത്. പക്ഷേ അങ്ങനെയെങ്കിൽ ആ മഞ്ഞിൽ അവരെ മാത്രം ലക്ഷ്യം വെച്ച് ആ ആഘാതം എങ്ങനെ ഉണ്ടായി എന്നത് ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി അവശേഷിക്കുന്നു. ഈ ദുരന്തത്തിന് പിന്നിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കപ്പെടുന്ന ഒരു തിയറി മഞ്ഞ് വീഴ്ച അഥവാ ആവലാഞ്ച് ആണ്. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മഞ്ഞ് വീഴ്ചയിൽ നിന്നും രക്ഷപ്പെടാൻ അവർ ടെന്റ് കീറി പുറത്തിറങ്ങിയതാകാം. എന്നാൽ ഇത് കൂടാതെ ഇൻഫ്രാസൗണ്ട് എന്ന മറ്റൊരു വിചിത്രമായ സാധ്യതയും ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെക്കുന്നു. പർവ്വതത്തിലെ കാറ്റ് പ്രത്യേക രീതിയിൽ തട്ടുമ്പോൾ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത എന്നാൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ശബ്ദമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കേൾക്കുന്നവർക്ക് അതിശക്തമായ പേടിയും ഭ്രാന്തമായ അവസ്ഥയും ഉണ്ടാകുമെന്നും അതുകൊണ്ടാണ് അവർ വസ്ത്രം പോലും ഇല്ലാതെ കാട്ടിലേക്ക് ഓടിയതെന്നും ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ അവർക്കേറ്റ പരിക്കുകൾ അപ്പോഴും ദുരൂഹമായി നിൽക്കുന്നു. മൃതദേഹങ്ങളിലെ റേഡിയോ ആക്റ്റീവ് സാന്നിധ്യവും അവരുടെ ചർമ്മത്തിലുണ്ടായ വിചിത്രമായ ഓറഞ്ച് നിറവും വിരൽ ചൂണ്ടുന്നത് സോവിയറ്റ് യൂണിയന്റെ രഹസ്യ സൈനിക പരീക്ഷണങ്ങളിലേക്കാണ്. ആ രാത്രി ആകാശത്ത് വിചിത്രമായ പ്രകാശഗോളങ്ങൾ കണ്ടെത്തിയതായി സമീപവാസികളായ ചില ഗോത്രവർഗക്കാർ മൊഴി നൽകിയിരുന്നു. റഷ്യ രഹസ്യമായി പരീക്ഷിച്ച ഏതെങ്കിലും പാരച്യൂട്ട് ബോംബുകളോ അല്ലെങ്കിൽ പുതിയതരം ആയുധങ്ങളോ അവരറിയാതെ ഈ യുവാക്കൾക്കുമേൽ പതിച്ചതാകാമെന്നും ആ ആഘാതത്തിലാണ് അവരുടെ വാരിയെല്ലുകൾ തകർന്നതെന്നും പലരും വാദിക്കുന്നു. സൈന്യം ഈ പ്രദേശം പിന്നീട് മാസങ്ങളോളം അടച്ചിട്ടത് ഈ സംശയം ബലപ്പെടുത്തുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് പർവ്വതങ്ങളിൽ വസിക്കുന്ന ഹിമമനുഷ്യനായ യതി അവരെ ആക്രമിച്ചതാണ് എന്നാണ്. അവരുടെ ടെന്റിന് സമീപം കണ്ടെത്തിയ വിചിത്രമായ ഒരു ഫോട്ടോ ഇതിന് തെളിവായി ഇന്നും പ്രചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിലെ അവയവങ്ങൾ ഇത്ര കൃത്യമായി നീക്കം ചെയ്തത് അന്യഗ്രഹ ജീവികളുടെ പരീക്ഷണത്തിന്റെ ഭാഗമാണെന്നും ചിലർ കരുതുന്നു. ഈ തിയറികളിൽ ഏതാണ് സത്യമെന്ന് ഉറപ്പിച്ചു പറയാൻ ഇന്നും ആർക്കും കഴിയില്ല. ശാസ്ത്രവും യുക്തിയും തോറ്റുപോകുന്ന ഒരിടത്ത് ആ 9 പേരുടെ മരണത്തിന്റെ രഹസ്യം ഇന്നും ആ മഞ്ഞുമലകളിൽ ഉറങ്ങിക്കിടക്കുന്നു. 60-ലധികം വർഷങ്ങൾ പിന്നിട്ടിട്ടും ആധുനിക സാങ്കേതിക വിദ്യകൾ ഇത്രയേറെ വളർന്നിട്ടും ഡയർലോ പാസ് എന്ന ആ മഞ്ഞുമലയിലെ നിഗൂഢതയ്ക്ക് മുന്നിൽ ശാസ്ത്രം ഇന്നും തലകുനിച്ചു നിൽക്കുകയാണ്. ആ 9 യുവാക്കൾ ആ രാത്രി അവസാനമായി കണ്ട ആ ഭീകര രൂപം എന്തായിരിക്കും? അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തിയ പ്രതിഭാസം എന്തായിരിക്കും? അവരുടെ നിലവിളികൾ ആ മഞ്ഞുകാറ്റിൽ അലിഞ്ഞുപോയെങ്കിലും അവശേഷിപ്പിച്ചു പോയ ചോദ്യങ്ങൾ ഇന്നും ലോകത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ പ്രകൃതി അതിന്റെ ചില രഹസ്യങ്ങൾ മനുഷ്യർക്ക് വിട്ടു നൽകാതെ കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെയൊക്കെ ആകാം. ഒടുവിൽ റഷ്യൻ സർക്കാർ ഈ കേസ് അപ്രതീക്ഷിതമായ പ്രകൃതിക്ഷോഭം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുവെങ്കിലും ലോകമെമ്പാടുമുള്ള അന്വേഷകർക്കും മിസ്റ്ററി പ്രേമികൾക്കും ഇതൊരു അവസാനമല്ല, മറിച്ച് ഒരു വലിയ ചോദ്യചിഹ്നത്തിന്റെ തുടക്കം മാത്രമാണ്. ഈ 9 പേർക്ക് ആ രാത്രി യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നത്? അതൊരു സൈനിക പരീക്ഷണമായിരുന്നോ? അതോ അമാനുഷികമായ എന്തെങ്കിലും ശക്തിയായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും താഴെ കമന്റ് ചെയ്യൂ. മിസ്റ്ററി ഫയൽസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള നിഗൂഢതകൾ നിറഞ്ഞ മറ്റൊരു ഫയലുമായി നമുക്ക് വീണ്ടും കാണാം.